ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബക്രീദിൻ്റെ നോമ്പായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് കഴിച്ച് നോക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ വെള്ളം കുടിച്ചിട്ട് നോമ്പറന്നതിന് ശേഷം ഒരു മാങ്ങാ ജ്യൂസ് കുടിച്ചു. അതിൻ്റെ ശേഷം ഉള്ളിവട കഴിച്ചു. കുറേ കാലത്തിന് ശേഷം ഞാൻ ഉള്ളിവട കഴിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. അതിൻ്റെ ശേഷം പിന്നെ ഉമ്മ നല്ല നെയ്സ് പത്തിരിയൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പോൾ വാഴൻ്റെ കണ്ട് ഞാൻ അത് കുറച്ച് കേടൊക്കെ വന്നതിന് എന്നാലും നല്ല കഴിക്കൊക്കെ എടുത്ത് ഞാൻ വാഴൻ്റെ ഇലയിൽ കഴിക്കാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ വാഴൻ്റെ ഇലയിൽ കുറച്ച് നൈസ് പത്തിരിയും പിന്നെ തേങ്ങ അരച്ച ബീഫ് കറി ഉണ്ടായിരുന്നു. പൊട്ടറ്റൊക്കെ ഇട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നല്ല തേങ്ങ അരച്ച ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് കഴിച്ച്. ബീഫ് കറി ഞാൻ കുറേ കാലത്തിന് ശേഷം കഴിക്കുകയാണ്, കുറേ കഴിച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലോണം കഴിച്ച് ഞാൻ. അതിൻ്റെ ശേഷം നൈസ് പത്തിരി നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അതിൻ്റെ ശേഷം ഒരു ചാമ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചാമ്പൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൻ്റെ അടുത്തുള്ള താത്ത തന്നായിരുന്നു. അപ്പോൾ അത് കഴിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു ചാമ്പക്ക. അത് പിന്നെ കുറച്ചുമ്മ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിങ്ങനെ. അത് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉണ്ടാവുമോ അറിയില്ല, ഉണ്ടാവും കഴിക്കുക. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി നാളെ പെരുന്നാൾ ഇനി നാളെ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് അറിയില്ല. അപ്പോൾ നാളത്തെ കാണാം. നാളത്തെ ഞാൻ ഉമ്മാനോട് ബിരിയാണി ഒന്നും ഉണ്ടാക്കേണ്ട, സാധാ ചോറൊക്കെ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, നാളത്തെ ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവർക്കും ബക്രീദ് ആശംസകൾ.